ഹലോ ഹായ്, ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ടൊരു പുഡിങ് കാണിച്ചു തരാം. അതിനാവശ്യമായിട്ടുള്ള സാധനം മിൽക്ക് മെയ്ഡ് വേണം, ഫ്രഷ് ക്രീം വേണം, പിന്നെ കുറച്ച് ബദാമുണ്ട്, പിസ്തയുണ്ട്. ഈ കണ്ടൻസ് മിൽക്കിലേക്ക് ഒഴിക്കാൻ ഒരു 3/4 ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കും. ഇതൊന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരട്ടെ കേട്ടോ. ഞാൻ ആദ്യം ലെയറൊന്നിട്ട് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. കുറച്ച് വിട്ടുകൊടുത്തനുസരിച്ച് അങ്ങനെ കുറച്ച് ഇതിങ്ങനെ വിതറി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ശരിക്കും കാണണം കേട്ടോ നമ്മൾ. ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 10 പീസ് ബ്രെഡാണ് എടുത്തേക്കണത്. അപ്പോൾ അതിൻ്റെ അളവിലാണ് ഇടുന്നത്. പിസ്ത കുറച്ച് പൊടിഞ്ഞു പോയി, കുഴപ്പമില്ല, എന്നാലും ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ അടുത്തതും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ ബ്രെഡും ഞാൻ സെറ്റ് ചെയ്തേട്ടാ. എല്ലാം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം കിട്ടിയില്ല, ഉള്ള പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേനെ കേട്ടോ. നമുക്കൊന്ന് സൈഡിലൊക്കെ ഒന്ന് ആയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം, ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കണത്, പിന്നെ രാവിലെ ആകുമ്പോൾ ഇത് സെറ്റായിരിക്കുന്നുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിപ്പോൾ ഒരു ദിവസം ഫുള്ളും ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെക്കാം. അത് രാവിലെ എടുക്കാം നമുക്ക്. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് ഇന്നലെ രാത്രി വെച്ചാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ മുറിച്ചൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ജയാൻ്റെ വായിലിച്ച് വെച്ച് കൊടുക്കാം. ജയാനിക്ക് പനിയാണ്. ജയ പറഞ്ഞേ, എന്നാ ഇങ്ങോട്ട് നോക്ക്. ജയാൻ കഴിക്കട്ടെ അത്. എങ്ങനെയുണ്ട് ജയ? ഓ, ടേസ്റ്റ് ഉണ്ടാ? അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.